കേരള സ്കൂൾ കായികമേള പുരസ്കാര വിവാദത്തിൽ സ്പോർട്സ് ഓർഗനൈസർക്കെതിരെ ഗുരുതര ആരോപണം ഉയരുന്നു. ജി വി രാജ തിരുവനന്തപുരം സ്കൂളിനായി പ്രദീപ് ഒത്തുകളിച്ചു എന്നാണ് പരാതി. ജി വി രാജയെ മുൻ പ്രിൻസിപ്പലാണ് പ്രദീപെന്നും മലപ്പുറം നാവാമുകുന്ദ തിരുനാവായ സ്കൂളിലെ കായികാധ്യാപകർ ആരോപിച്ചു. സ്പോർട്സ് സ്കൂളുകളെ ഉൾപ്പെടുത്തുന്നതിനെ കുറിച്ചിട്ട് യാതൊരു അറിവും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഔദ്യോഗികമായിട്ടൊരു പരിപാടി നടത്തുമ്പോൾ അതിന് കൃത്യമായിട്ട് HM അല്ലെങ്കിൽ പ്രിൻസിപ്പൽ അവർക്ക് വേണ്ടിയിട്ടൊരു മെയിലോ അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടൊരു സർക്കുലറോ പുറപ്പെടുവിക്കേണ്ടിയിരുന്നു. അങ്ങനെ യാതൊരു ഇതും ഉണ്ടായിരുന്നില്ല. ഉച്ചയ്ക്ക് ശേഷം നടന്ന ഒരു അട്ടിമറിയാണ് ഇതിന് പിന്നിൽ നിന്ന് ഞങ്ങൾ ഒരു വൻ ലോബി തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ജി വി രാജ സ്കൂളിലെ മുൻ പ്രിൻസിപ്പളായിരുന്ന ആളായിരുന്നു സ്പോർട്സ് ഓർഗനൈസർ, അയാൾ പ്രദീപ്. ആ പ്രദീപിൻ്റെ ഇതിൽ പിന്നിലെ കംപ്ലീറ്റ് പ്രവർത്തനം ഇതിൽ വഹിച്ചിട്ടുള്ളത് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം തീരുമാനങ്ങൾ ഈ സർക്കുലറെല്ലാം കാതിൽ പറത്തി അദ്ദേഹത്തിൻ്റെ സ്വന്തം തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു. അങ്ങനെ രണ്ടാം സ്ഥാനത്തിൻ്റെ കപ്പ് പ്രതീക്ഷ വേദിയിൽ ചെന്ന ഞങ്ങൾ മൂന്നാം സ്ഥാനത്തിൻ്റെ കപ്പ് തരികയും അത് ബഹിഷ്കരിച്ച് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിപ്പോയിരുന്ന വളരെ സങ്കടമായിട്ടുള്ള ഒരു രംഗമാണ് അവിടെ നടന്നത്. അതിനുശേഷം കുട്ടികളെല്ലാം വിഷമമായി അതിന് കുട്ടികൾ ശക്തമായിട്ട് പ്രതിഷേധിച്ചു. അതാണ് ഇന്നലെ അവിടെ കണ്ട കാഴ്ച. കൂടുതൽ വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് തത്സമയം ചെയ്തു. ഗുഡ് മോർണിംഗ് അനിൽ വാസുദേവ്. എന്തായാലും ഈ കായികമേള കവർ ചെയ്യാൻ ഡീറ്റെയിൽ ആയി ഉണ്ടായിരുന്ന ആളാണല്ലോ. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇന്നലെ യഥാർത്ഥത്തിൽ നന്നായി നടന്നുവെന്ന കായികമേളയായിരുന്നു, അവസാനം കലമിട്ട് ഉടച്ചു എന്ന് പറയുന്ന പോലെ ആയി. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഒളിമ്പിക്സ് മാതൃകയിൽ അല്ലെങ്കിൽ ലോക കായിക ചരിത്രത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി തന്നെയാണ് സ്കൂളുകളുടെ ഈ ഒരു മത്സരങ്ങൾ ഇങ്ങനെ എല്ലാം ഒരു കുടക്കീഴിൽ, ഗെയിംസും അത്ലറ്റിക്സും അക്വാട്ടിക്സും ഒക്കെ തന്നെ ഒരു കുടക്കീഴിൽ കിടത്തി ഏറ്റവും നമ്മുടെ രാജ്യത്തിന് കേരളത്തിന് അഭിമാനമാകുന്ന തരത്തിൽ ഇങ്ങനെയൊരു മേള നടത്തി ഏറ്റവും മികച്ച സംഘാടനം 10,000 പേരൊക്കെ തന്നെ വന്ന ഒരു മേള. പക്ഷേ അവസാന നിമിഷം കൊണ്ട് കലമുടയ്ക്കുന്നു, ഇല്ലെങ്കിൽ വൈകുന്നേരം വരെ വെള്ളം കോരി കലമുടയ്ക്കുന്ന അവസ്ഥയാണ് കണ്ടത്. ഇതിൽ ഏറ്റവും വലിയ ആരോപണം ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് ഈ മേളയുടെ മുഖ്യ സംഘാടകനായ ഡോക്ടർ CS പ്രദീപിനെതിരെയാണ്. അദ്ദേഹമാണ് ഇതിൻ്റെ സ്പോർട്സ് ഓർഗനൈസർ എന്ന പോസ്റ്റ് വഹിക്കുന്നത്. ഇദ്ദേഹമാണ് ഈ പുരസ്കാര നിർണയത്തിൽ അട്ടിമറി നടത്തിയത്, അല്ലെങ്കിൽ ഇടപെടൽ നടത്തി ഈ പുരസ്കാരം ജി വി രാജ തിരുവനന്തപുരം സ്കൂളിന് നൽകി എന്നുള്ളതാണ് ഈ നാവാമുകുന്ദ സ്കൂളിൻ്റെ അധ്യാപകർ ആരോപിക്കുന്നത്. ഈ പ്രദീപ് നേരത്തെ ജി വി രാജയുടെ പ്രിൻസിപ്പാളായിരുന്നു. അദ്ദേഹം തിരുവനന്തപുരത്തും കണ്ണൂരും അടക്കമുള്ള സ്കൂളുകളിൽ പ്രിൻസിപ്പാളായി പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ അദ്ദേഹം എന്നും ഒരു വില്ലൻ പരിവേഷമുള്ള അല്ലെങ്കിൽ പല ആരോപണങ്ങൾ നേരിട്ടുള്ള ഒരാളാണ്. അതായത് ഫോണിലൂടെ സെക്ഷുവലി ഹരാസ്മെൻറ്റ് നടത്തിയ എന്ന തരത്തിൽ സസ്പെൻഷൻ വാങ്ങിയിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ സ്പോർട്സ് സ്കൂളിലെ ഇതേ തിരുവനന്തപുരം ജി വി രാജയിലുള്ള ഫുഡ് പോയ്സണുമായി ബന്ധപ്പെട്ട് സസ്പെൻഷൻ നേരിടേണ്ടിയും സ്ഥലം മാറ്റം നേരിടേണ്ടി വന്ന ഒരാളാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് വലിയൊരു ചുമതല കൊടുത്തുകൊണ്ട് അദ്ദേഹം ഈ ഒരു മേളയ്ക്ക് തന്നെ കായിക കേരളത്തിൽ തന്നെ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവം ഉണ്ടാക്കി എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഈ അദ്ദേഹത്തിൻ്റെ മുൻകാല സ്കൂളിന് വേണ്ടി ഒത്തുകളിക്കുകയാണ് ചെയ്തത്. ഈ ലിസ്റ്റ് പ്രകാരം ഒന്നും തന്നെ പേരുകൾ ഉണ്ടായിരുന്ന അതിലേക്ക് ഒത്തുകളിച്ച് അങ്ങനെ മേളയ്ക്ക് തന്നെ നാണക്കേടുണ്ടാക്കി SKN.